എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാളെ കണ്ണ് കെട്ടി ഒരു ചരിഞ്ഞ ബെഞ്ചിൽ കിടത്തി കെട്ടിയിടുക. അയാളുടെ തല ശരീരത്തേക്കാൾ താഴ്ന്ന നിലയിൽ ഇരിക്കണം. അതിനുശേഷം അയാളുടെ വായുടെ മേലൊരു തുണി കെട്ടി അതിലൂടെ വെള്ളം ഒഴിക്കണം. ഇത് അനുഭവിക്കുന്ന അയാൾക്ക് തോന്നുക അയാൾ വെള്ളത്തിൽ മുങ്ങി ചത്തുകൊണ്ടിരിക്കുകയാണെന്നാണ്, ശ്വാസം മുട്ടി മരിക്കാൻ പോവുകയാണെന്നാണ് അദ്ദേഹത്തിന് തോന്നുക. എന്നാൽ ശരിക്കും മരണം സംഭവിക്കുകയുമില്ല. ഇതിനെ വാട്ടർ ബോർഡിംഗ് എന്ന ഒരു പോലീസ് മുറ എന്നാണ് പറയുക. ഇത് ക്രിസ്ത്യൻ പാതിരിമാർ പണ്ട് യൂറോപ്പ് ഭരിച്ചിരുന്ന കാലത്ത് അവർ അവിശ്വാസികളെ പീഡിപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ്. ഏത് കൊലകൊമ്പൻ പ്രതിയും പരിപൂർണമായി കീഴടങ്ങി തത്ത പറയും പോലെ എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് കൈച്ചലാവും എന്നാണ് പല നാടുകളിലെയും പോലീസ് ഇന്നും വിശ്വസിക്കുന്നത്. മറ്റൊരു പോലീസ് മുറയാണ് സ്ലീപ്പ് ഡിപ്രൈവേഷൻ. വേറൊന്നുമല്ല, ഒരാളെ എണ്ണയിട്ട് കുളിപ്പിച്ച് നന്നായി ഭക്ഷണമൊക്കെ കൊടുത്ത് ഉറങ്ങാൻ സമ്മതിക്കരുത്. ഒരുപാട് സമയം പുള്ളി അയാൾ കണ്ണിങ്ങനെ അടയുമ്പോൾ നമ്മൾ അയാളെ തട്ടി വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾ സ്വൈരക്കേടുകൊണ്ട് പറയും, അയാളുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയും. തത്ത പറയും പോലെ മണിമണിയായി സത്യങ്ങൾ പറയും എന്നാണ് പറയുന്നത്. അടുത്തതാണ് സ്ട്രെസ് പൊസിഷൻ എന്ന ചിലമുറ. അതായത് മുട്ടുമടക്കി നിലത്തിരിക്കാൻ പറയുക. പക്ഷേ ഇരിക്കാനൊന്നും പറ്റില്ല, ആ രീതിയിൽ അങ്ങനെ തന്നെ നിൽക്കണം. പിന്നെ മുട്ടുകുത്തി കൈകൾ പിന്നിലൂടെ കാലുകൾക്കിടയിൽ കടത്തി ചെവികളിൽ ദീർഘനേരം പിടിച്ചു നിൽക്കണം. ഇത്തരം പോലീസ് മുറകളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എല്ലാ പോലീസ് ടീമും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇതുകൂടാതെ ചില ക്രൂരന്മാരായ പോലീസുകാർ പ്രാദേശികമായി കണ്ടെത്തുന്ന ചില മുറകൾ കൂടിയുണ്ട്. കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായിരുന്ന പോലീസ് ഓഫീസറായിരുന്ന ജയറാം പടിക്കൽ, അവൻ പ്രാദേശികമായ ഒരു രീതി ഡെവലപ്പ് ചെയ്തെടുത്തു. പുള്ളി MBBS പഠിച്ച് പോലീസിൽ വന്ന ആളായിരുന്നു. ശരീരത്തിൻ്റെ എല്ലാ മർമ്മങ്ങളും അറിയും എന്നാണ് പുള്ളിയുടെ ധാരണ. ഒരു കുറ്റവാളി ചാവാത്ത രീതിയിൽ അയാളുടെ പേശികളിൽ എന്തൊക്കെ ചെയ്യാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ. മാംസളമായ തുടകളിൽ ഉലയ്ക്ക പോലുള്ള എന്തെങ്കിലും വെച്ച് പോലീസുകാരെ കയറ്റി നിർത്തി ഉരുട്ടുന്ന മുറ, ഇതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഒരു റൗണ്ട് കഴിയുമ്പോഴേക്കും തൊലികളൊക്കെ ചതഞ്ഞ് പരുവത്തിലാകും. പ്രതിയൊന്ന് ആശ്വസിച്ച് കിടക്കുമ്പോൾ അതേ സ്ഥലത്ത് രണ്ടാം റൗണ്ട്. ഒരു ഈച്ച വന്നിരുന്നാൽ പോലും ജീവൻ പോകുന്ന സ്ഥലത്താണ് രണ്ടാം റൗണ്ട്. ഏതു പ്രതിയും തത്ത പറയും പോലെ സത്യം പറയും. ഉരുട്ടലിൻ്റെ പേരിൽ വലിയ പാറ്റൻറ്റും പ്രശസ്തിയും അവാർഡും ഒക്കെ കിട്ടേണ്ട മനുഷ്യനായിരുന്നു ജയറാം പടിക്കൽ. പക്ഷേ രാജൻ എന്ന ഒരു വിദ്യാർത്ഥിയെ ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ രാശിപ്രമാണങ്ങൾ മാറി നീചരാശിയിൽ പുള്ളി വീണുപോയി. കാരണം ആ കുട്ടി മരിച്ചു. അവനെ അന്വേഷിച്ച അവൻ്റെ അച്ഛൻ്റെ കണ്ണീര് കേരളത്തിലെ കോടതി മുറികളിൽ വീണു. അതിനുശേഷം ആ പോലീസ് മുറയ്ക്ക് കുറച്ചു കാലം തിരിച്ചടികൾ നേരിട്ടു. പിന്നീട് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന പുതിയ പോലീസുകാർക്ക് പഴയ ചരിത്രം പഠിക്കണമെന്നായി. അവരിതൊക്കെ പഠിച്ചു. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത, സാമ്പത്തികരായി ശക്തരല്ലാത്ത ഏത് വ്യക്തിയെയും ഉരുട്ടാം, കൊല്ലാം, ടോയ്ലറ്റിലെ വെള്ളം കുടിപ്പിക്കാം. അങ്ങനെ ചെയ്തവരൊക്കെ കുറച്ചു കാലം സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷം പിന്നീട് വലിയ പദവികളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. ഒന്നും പേടിക്കാനില്ല. പോരാത്തതിന് അസോസിയേഷനും ഉണ്ട്. ഈ തോട്ടാണ് പലപ്പോഴും ഇന്ത്യയിൽ നടക്കുന്ന കസ്റ്റഡി മരണങ്ങൾക്ക് പിന്നിലുള്ള ഒരു പ്രചോദനം. ഉദാഹരണമായി 2005 നടന്ന ഉദയകുമാറിൻ്റെ മേൽ നടത്തിയ ഉരുട്ടിക്കൊല. മോഷണം ആരോപിച്ചാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. 4020 രൂപ ഉദയകുമാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞാണ് മർദ്ദനം. അയാൾ ചെയ്യാത്ത കുറ്റം സമ്മതിക്കാതിരുന്നതിനാൽ ഉരുട്ടിക്കൊന്നു. ഉദയകുമാറിൻ്റെ കൊലപാതകികളെയെല്ലാം 2 ദിവസം മുമ്പ് കോടതി വെറുതെ വിട്ടിരുന്നു. ഈ വിധി മറ്റു പോലീസുകാർക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ. വാസ്തവത്തിൽ ഇത്തരം പീഡന മുറകൾ കൊണ്ട് സത്യം തെളിയാറുണ്ടോ? ഒരു ഭീകരവാദിയെ ക്രൂരമായി പീഡിപ്പിച്ചാൽ അയാൾ സത്യം പറയുമോ? അയാളുടെ ടീം നടത്താൻ പ്ലാൻ ചെയ്തിട്ടുള്ള, ഭാവിയിൽ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഭീകര ആക്രമണങ്ങളെപ്പറ്റി അവൻ തത്ത പറയും പോലെ വെളിപ്പെടുത്തുമോ? ഇല്ല എന്നാണ് അമേരിക്കയിലെയും യൂറോപ്പിലെയും പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് അവർ പറയുന്നു. അധികം കേസുകളിലും ഈ പീഡനം അനുഭവിക്കുന്നവർ നടത്തുന്ന കുറ്റസമ്മതം എന്ന് പറയുന്നത് ഫാൾസാണ്. മരിക്കാൻ പോകുന്നു എന്ന ഫീൽ ഉണ്ടാകുമ്പോൾ ജീവഭയം മൂലം വെറുതെ സമ്മതിക്കുന്ന കുറ്റങ്ങളാണ് അധികവും. ഇല്ലാത്ത കാര്യവും അപ്പോൾ തത്ത മണിമണിയായി പറയും എന്നാണ് അതിൽ നിന്നർത്ഥം. എന്തുകൊണ്ടാണ് പീഡനം ഫലപ്രദമല്ലാത്തത്?
പണ്ട് വികസിത രാജ്യങ്ങളിലെ പോലീസും നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ പോലീസിനെ പോലെ തന്നെയായിരുന്നു. പക്ഷേ അവർ ആ രീതികൾ മാറ്റിയത് അനുഭവങ്ങളിൽ നിന്നാണ്. പ്രതികൾ നടത്തുന്ന കുറ്റസമ്മതങ്ങൾ അധികവും ശരിക്കുള്ളതല്ല എന്ന് കണ്ടപ്പോൾ, അതുപോലെ എന്തുകൊണ്ടാണ് കുറ്റാരോപിതൻ ചെയ്യാത്ത കുറ്റം സമ്മതിക്കുന്നത് അതും കണ്ടെത്തി. അത് പക്ഷേ പോലീസല്ല, ന്യൂറോ സയൻറ്റിസ്റ്റുകളാണ് കണ്ടെത്തിയത്. ഉദാഹരണത്തിന് ന്യൂറോ സയൻറ്റിസ്റ്റ് ഷെയ്ൻ ഒമാറ ഇത് സംബന്ധിച്ച് വൈ ടോർച്ചർ ഡസ് നോട്ട് വർക്ക് ദി ന്യൂറോ സയൻസ് ഓഫ് ഇൻ്ററഗേഷൻ എന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയ ആളാണ്. ഈ ഉള്ളവൻ അത് വായിച്ചിട്ടില്ല. പക്ഷേ അതിൽ പുള്ളി പറയുന്നത് എന്താണെന്ന് ഒരു സംഗ്രഹം വായിച്ചിട്ടുണ്ട്. അതിതാണ്: നിങ്ങൾ ഒരാളുടെ ശരീരത്തിൽ പീഡിപ്പിക്കുമ്പോൾ അത് ബാധിക്കുന്നത് അയാളുടെ തൊലിയിലും എല്ലിലും മാത്രമല്ല, അയാളുടെ തലച്ചോറിലെ പ്രിഫ്രോണ്ടൽ കോർട്ടക്സിനെയും ഹിപ്പോ കാമ്പസിനെയും കൂടി ബാധിക്കുന്നു. ഈ രണ്ട് സ്ഥലങ്ങളും ഒരാളുടെ ഓർമ്മയും ചിന്തയും ഒക്കെ നിലനിൽക്കുന്നത് ഈ പറഞ്ഞ നമ്മൾ ഈ രണ്ട് സാധനങ്ങളിലാണ്. അത് മര്യാദയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യർ മര്യാദയ്ക്ക് ചിന്തിക്കുകയുള്ളൂ. കൂമ്പിന് ഇടി കിട്ടുമ്പോൾ പ്രതികളുടെ ഇപ്പറഞ്ഞ ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ തകരാറിലാകുന്നു, അവരുടെ ചിന്തകൾ ചിതറിപ്പോകുന്നു. പിന്നെ അവർ പറയുന്ന ഉത്തരങ്ങൾ വ്യക്തമല്ലാതാവും, അന്യോന്യം ബന്ധപ്പെടാത്തതാവും. കഠിനമായ വേദന കാരണം എന്തും അവർ സമ്മതിക്കും, അതിനായി എന്തും നുണയും പറയും. ഇതിനുള്ള ഉദാഹരണങ്ങൾ ഇഷ്ടം പോലുണ്ട്. 1954 മുതൽ ഇത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1954 മുതൽ 1962 വരെ ഒരു അൾജീരിയയിൽ ഒരു സ്വാതന്ത്ര്യ സമരം നടന്നിരുന്നു. അത് വെച്ചാണ് ആദ്യത്തെ പഠനം നടന്നത്. ഫ്രഞ്ചുകാരായിരുന്നു ഈ അൾജീരിയക്കാരെ കോളനിയാക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. ഫ്രഞ്ചുകാർ ഈ തീവ്രവാദികളായ സമരക്കാരെ വ്യാപകമായി പീഡിപ്പിച്ചു. അങ്ങനെ പീഡിപ്പിച്ചപ്പോൾ അവർ അവരുടെ രഹസ്യ പദ്ധതികൾ തത്ത പറയും പോലെ ഫ്രഞ്ചുകാരോട് പറഞ്ഞു തുടങ്ങി. ബോംബ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഇടങ്ങളെപ്പറ്റി കൊല്ലാനായി സ്കെച്ച് ചെയ്ത് വെച്ച ഫ്രഞ്ച് ഓഫീസർമാരുടെ ലിസ്റ്റൊക്കെ കൊടുത്തു. എന്നാൽ ഒറ്റ വിവരം പോലും ശരിയായിരുന്നില്ല എന്ന് പിന്നീട് തെളിഞ്ഞു. ഇടികൊണ്ടപ്പോൾ സഹികെട്ട് നടത്തിയ കുറ്റസമ്മതങ്ങളും വിവരങ്ങളും മാത്രമായിരുന്നു അത്. രണ്ടാമത്തെ സംഭവം നടക്കുന്നത് 1974 അവിടെ അന്ന് ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിൽ 2 പബ്ബുകളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടന്നു. 21 പേർ മരിച്ചു, 182-ലധികം പേർക്ക് പരിക്കേറ്റു. ഈ കേസിൽ 6 തീവ്രവാദികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇടികൊണ്ട് ഊപ്പാടിളകിയ അവർ കുറ്റസമ്മതവും നടത്തി. കോടതി അവരെ ശിക്ഷിക്കുകയും ചെയ്തു. ശിക്ഷിക്കപ്പെട്ട ഈ 6 പേർ പിന്നീട് ബർമിംഗ്ഹാം 6 എന്ന് അറിയപ്പെട്ടു, പ്രശസ്തരാവാനുള്ള കാരണം അവർക്കറിയാമായിരുന്നു അവരെല്ലാം ബോംബിട്ടതെന്ന്. തുടർന്ന് അവർക്ക് കിട്ടിയ ശിക്ഷയ്ക്കെതിരെ ഏകദേശം 16 വർഷം നിയമ പോരാട്ടങ്ങൾ നടത്തി. 1991 അവരുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു. പോലീസ് നടത്തിയ പീഡനങ്ങളും തെളിവുകളിൽ വരുത്തിയ കൃത്രിമത്വവും കോടതിക്ക് വ്യക്തമായി തുടർന്നവരെ കുറ്റവിമുക്തരാക്കി. ഈ സംഭവമാണ് കസ്റ്റഡിയിലെ പീഡനത്തിലൂടെയുള്ള കുറ്റസമ്മതങ്ങൾ വിശ്വസനീയമല്ലെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കേസ്. ഈ കേസിന് ശേഷമാണ് ബ്രിട്ടനിലെ പോലീസ് ഈ ചോദ്യം ചെയ്യൽ രീതികളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയത്. അന്ന് മുതൽ അവിടെ പോലീസല്ല, പീസാണ്. PEACE. ആ പീസ് വേണമെങ്കിൽ നമ്മുടെ കേരള പോലീസിന് സ്വീകരിക്കാവുന്ന മാതൃകയാണ്, ഞാൻ പറയാം. ഈ പീസ് എന്നതിലെ P പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ, E എൻഗേജ് ആൻഡ് എക്സ്പ്ലെയിൻ, A എന്ന് പറഞ്ഞ അക്കൗണ്ട്, C എന്ന് പറഞ്ഞ ക്ലോഷർ, E എന്ന് പറഞ്ഞ ഇവാലുവേഷൻ. ഇതാണ് ഈ പീസ്. എന്താ ഇവരുടെ ഈ പീസിൻ്റെ പരിപാടി? എന്താണ് ഇവരുടെ, അല്ലെങ്കിൽ ആരാണ് ഇവരുടെ നേതാവ്? ഈ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആസൂത്രണവും തയ്യാറെടുപ്പുമാണ്. ചോദ്യം ചെയ്യലിന് മുമ്പ് പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ച് എന്തൊക്കെ ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, ഇതൊക്കെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് വെക്കുന്ന പരിപാടി. അടുത്തത് എൻഗേജ് ആൻഡ് എക്സ്പ്ലെയിൻ എന്നാൽ ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തിയുമായി നല്ലൊരു ബന്ധം ഈ ചോദ്യം ചെയ്യുന്ന ആൾ സ്ഥാപിക്കണം. ആദ്യം തന്നെ പ്രതിയോട് ആ പ്രതിക്കുള്ള മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് എന്ന കാര്യവും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത് പരസ്പര വിശ്വാസം വളർത്തി വേണം ഈ എൻഗേജ് ആൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അക്കൗണ്ട് എന്നാൽ തുറന്ന ചോദ്യങ്ങൾ, അതിലൂടെ പ്രതികളിൽ നിന്ന് വിവരങ്ങൾ അറിയുന്ന ഒരു രീതി. നമ്മുടെ വക്കീലന്മാർ ചോദിക്കുന്നത് പോലെയുള്ള വളച്ചൊടിച്ചതോ തെറ്റിദ്ധാരണജനകമായ ചോദ്യങ്ങളോ ഒരിക്കലും പാടില്ല. ക്ലോഷർ എന്നാൽ ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കുന്നു എന്ന കാര്യം പ്രതിയെ അറിയിക്കുന്ന സ്റ്റെപ്പാണ്. ഇവിടുത്തെ സിസ്റ്റം പോലെ റേഡിയോ ആകാൻ പാടില്ല ഒരു ചോദ്യകർത്താവ്. ചോദ്യം ചെയ്യപ്പെട്ട വ്യക്തിക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരം നൽകും. അത് കഴിഞ്ഞാണ് ക്ലോസർ.
കേരളത്തിൽ സബ് ഇൻസ്പെക്ടറോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ തള്ളയ്ക്ക് വിളി ഷുവറാണല്ലോ. അതുപോലെ തന്നെ മറ്റൊരു ഡയലോഗാണ്, ഞങ്ങൾ വിളിക്കും, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും. ഇതൊക്കെ കേരള പോലീസിൻ്റെ, ഇന്ത്യൻ പോലീസിൻ്റെ സ്ഥിരം ഡയലോഗാണ്. അവർ മനസ്സിലാക്കുന്നില്ല, ഒരു സ്വതന്ത്ര പൗരനെ ഭീഷണിപ്പെടുത്തുന്നതിന് തുല്യമാണ് ഇങ്ങനെയുള്ള വാചകങ്ങൾ എന്ന്. അടുത്തത് ഇവാലുവേഷൻ. ആ ഇവാലുവേഷൻ എന്നാൽ ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുകയും അവ എത്രത്തോളം സഹായകമാണെന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന സ്റ്റെപ്പാണ്. ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് നടന്നത്, ഭാവിയിലെ ചോദ്യം ചെയ്യലുകൾ എങ്ങനെ മെച്ചപ്പെടുത്താം, ഇതൊക്കെ തീരുമാനിക്കുന്ന സ്റ്റെപ്പാണ് ഈ ഇവാലുവേഷൻ. അതോടെ തീർന്നു. ഇനി അമേരിക്കയിലേക്ക് വരാം. എങ്ങനെയാണ് ബിൻ ലാദനെ പിടിച്ചത് എന്ന് കൂടി പറഞ്ഞ് ഈ കുറിപ്പ് നമുക്ക് അവസാനിപ്പിക്കാം. അമേരിക്കയുടെ CIA-ക്ക് വിവിധ രാജ്യങ്ങളിലായി കുറേ രഹസ്യ ഇടികേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ബ്ലാക്ക് സൈറ്റ് എന്നാണ് ഇതിനെ പറയുക, ബ്ലാക്ക് സൈറ്റ്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിന് സമീപം സോൾട്ട് പിറ്റ്, പോളണ്ടിൽ സിമാനി എയർപോർട്ട്, അവിടെയാണ് ഈ വാട്ടർ ബോർഡിംഗ് എന്ന മുറ നടന്നിരുന്നത്. റൊമാനിയയിലെ രഹസ്യ കേന്ദ്രത്തിന് ബുക്കാറസ്റ്റ് ഫെസിലിറ്റി എന്നാണ് പേര്. തായ്ലാൻഡിൽ ഡിറ്റൻഷൻ സൈറ്റ് ഗ്രീൻ എന്ന കേന്ദ്രം, ഇവിടെയാണ് ഏറ്റവും ആദ്യം ഈ ആധുനിക കാലത്ത് വാട്ടർ ബോർഡിംഗ് പരീക്ഷിച്ചത്. ലിത്വാനിയയിൽ വിൽനിയസ് എന്ന കേന്ദ്രം, ഇതൊക്കെ CIA-യുടെ സ്ഥിരമായ ഇടികേന്ദ്രങ്ങൾ. ഇനി ഇത് കൂടാതെ മൊറോക്കോ, ഈജിപ്ത്, ജോർദാൻ, ദുബായ് എന്നിവിടങ്ങളിലൊക്കെ താൽക്കാലിക രഹസ്യ ഇടികേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. ഒബാമ പ്രസിഡൻ്റായി വന്നപ്പോൾ ഇതെല്ലാ പരിപാടിയും നിർത്തി, ഒഫീഷ്യലായി നിർത്തി. അദ്ദേഹം അത് നിർത്താനുള്ള കാരണം തന്നെ ശാസ്ത്രീയ രീതികൾക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ്. അദ്ദേഹത്തെ സ്വാധീനിച്ച പല വിഷയങ്ങളും ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. 2007 റെഡ് ക്രോസിൻ്റെ അന്താരാഷ്ട്ര സമിതി CIA-യുടെ രഹസ്യ കേന്ദ്രങ്ങളിൽ കിടന്ന് നരകിച്ചിരുന്നവർ നൽകിയ കുറ്റസമ്മത വിവരങ്ങൾ പരിശോധിച്ച് നോക്കി. അവരിൽ നിന്ന് കിട്ടിയ ഒരു കുറ്റസമ്മതവും ഉപയോഗക്ഷമമായിരുന്നില്ല എന്ന് കണ്ടെത്തി. എല്ലാം ഇടികൊണ്ട് സഹികെട്ട് നടത്തിയ കുറ്റസമ്മതങ്ങൾ മാത്രമായിരുന്നു. രണ്ടാമത്തെ കാര്യം, അമേരിക്കയിൽ നിരപരാധികളെ സംരക്ഷിക്കുന്ന ഇന്നസെൻ്റ് പ്രൊജക്റ്റ് എന്ന ഒരു സംഘടനയുണ്ട്. അവർ 1992 മുതൽ തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കക്ഷികളാണ്. 2017 വരെയുള്ള കണക്കുകൾ പ്രകാരം അവർ 375 പേരെ നിരപരാധികളായി കണ്ടെത്തി. മാത്രമല്ല അവരെ കുറ്റവിമുക്തരാക്കി ജയിലിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. കാരണം DNA തെളിവുകളിലും വെച്ചാണ് അവർ അത് ഉപയോഗപ്പെടുത്തിയാണ് അവർ ഈ പ്രതികളൊന്നും കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തിയത്. ഈ കുറ്റവിമുക്തരാക്കി മാറ്റിയവരെല്ലാം ഇടികൊണ്ട് കുറ്റം സമ്മതിച്ചവരായിരുന്നു എന്നതാണ് ഇതിലെ ഭീകരത. 3 ബദൽ മാർഗങ്ങളാണ് ഒബാമ നിർദ്ദേശിച്ചത്. പഴയത് മുഴുവൻ തള്ളി, എന്നിട്ട് ഇടിയുടെ രീതികൾ മുഴുവൻ തള്ളിയതിന് ശേഷം അദ്ദേഹം 3 കാര്യങ്ങൾ അദ്ദേഹം ബദലായിട്ട് പറഞ്ഞു. അതും വേണമെങ്കിൽ കേരള പോലീസിനെ സ്വീകരിക്കാം. ഒന്ന്, നോൺ കോയേഴ്സീവ് ഇൻ്റലിജൻസ് ഗാദറിംഗ് എന്ന് വെച്ചാൽ മർദ്ദനമോ ഭീഷണിയോ ഉപയോഗിക്കാതെ പ്രതിയിൽ നിന്നും സ്വാഭാവികമായ രീതിയിൽ വിവരങ്ങൾ ശേഖരിക്കുക. മതിയായ സമയമെടുത്ത് പ്രതികളുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു ബന്ധം സ്ഥാപിക്കണം. അയാളുടെ മാനസാന്തരത്തിലൂടെ സമ്മതത്തോടെ കിട്ടുന്ന വിവരങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഇതോടൊപ്പം സാങ്കേതിക നിരീക്ഷണങ്ങളും ഫോൺ, പിന്നെ അതുപോലെ ഇൻ്റർനെറ്റ് ഡാറ്റ. രണ്ടാമത്തേത് സർവൈലൻസ്, പ്രതി അറിയാതെ തന്നെ പ്രതിയെ നിരീക്ഷിക്കുക. കൂമ്പിനടിച്ച കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. അതിനായി CCTV ക്യാമറകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ആക്ടിവിറ്റീസ്, അവരറിയാതെ അവരുടെ സംഭാഷണം ചോർത്തൽ, അങ്ങനെ പല രീതികളുമുണ്ട്. മൂന്നാമത്തത് മെത്തഡിക്കൽ അനാലിസിസ്, കിട്ടിയ വിവരങ്ങളെ ബുദ്ധിപൂർവ്വം വിലയിരുത്തുന്ന രീതി, ശേഖരിച്ച വിവരങ്ങൾ അർത്ഥവത്താക്കി തീരുമാനങ്ങൾ എടുക്കുന്ന രീതി. അമേരിക്കയിൽ HIG, അതായത് ഹൈ വാല്യൂ ഡിറ്റൈനി ഇൻട്രഗേഷൻ ഗ്രൂപ്പ് എന്നൊരു ഏജൻസിയുണ്ട്. അവർ ഹൈ വാല്യൂ തീവ്രവാദികളെ ചോദ്യം ചെയ്യുന്നവരാണ്. ഒബാമയുടെ നിർദ്ദേശപ്രകാരം അവർ മേൽപ്പറഞ്ഞ പുതിയ രീതികളാണ് സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ, അതായത് ഇടി നിർത്തി പ്രതികളെ ശാസ്ത്രീയവും നിയമപരമായ രീതിയിൽ ചോദ്യം ചെയ്യുന്ന പരിപാടി തുടങ്ങിയപ്പോൾ അവർക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ വഴിയിലൂടെ പോയത് കൊണ്ടാണ് അവർക്ക് ബിൻ ലാദനെ കണ്ടെത്താൻ കഴിഞ്ഞത്. ലാദനെ എങ്ങനെ കുടുക്കി? 2001 9/11 ആക്രമണത്തിന് ശേഷം ബിൻ ലാദൻ വലിയൊരു താടിയുമായി എവിടെയോ പോയി മറഞ്ഞു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തിയിൽ എവിടെയോ ഒളിച്ചിരിക്കാം എന്ന് മാത്രം CIA-ക്ക് മനസ്സിലായി. പക്ഷേ എവിടെ? പുള്ളി ഫോണോ ഇൻ്റർനെറ്റോ ഒന്നും ഉപയോഗിക്കുന്നില്ല. CIA-ക്ക് ഒരു കാര്യം അറിയാം, ബിൻ ലാദന് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരാളുണ്ടാകും. ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കൊറിയർ. ആരായിരിക്കും അത്? അവർ ലാദൻ്റെ വിശ്വസ്തരുടെ കണക്കെടുക്കാൻ തുടങ്ങി. ഗുണ്ടനോമയിൽ തടവിലാക്കപ്പെട്ടവരും അവർ പറഞ്ഞ പേരുകളും പരിശോധിക്കാൻ തുടങ്ങി. പൊട്ടും തന്നെ ഒരു പേരിൽ ഇടിച്ചു നിന്നു.
അബു അഹമ്മദ് അൽ കുവൈത്തി, ലാദൻ്റെ വലിയ വിശ്വസ്തൻ എന്ന് പേര് കേട്ടയാൾ. 2010 പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ നിന്നും അയാൾ ഒരു ഫോൺ വിളിച്ചു. ആ ഫോൺ CIA മറ്റ് ഏജൻസികളുടെയും നിരീക്ഷണത്തിലായിരുന്നു. അയാളതറിഞ്ഞില്ല. പിന്നീട് CIA അയാളുടെ വാഹനയാത്രകൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അയാൾ പോയ ഒരു വീട് സംശയാസ്പദമായി തോന്നി. അബോട്ടാബാദ് പട്ടണത്തിലാണ് ആ വീട്. സുരക്ഷ കർശനമാക്കിയ ഒരു കെട്ടിടം, മുകളിലേക്ക് നോക്കാൻ കഴിയാത്ത വിധം ഉയർന്ന മതിൽ, റേഡിയോ ആൻറ്റിനകളില്ല. CIA ആ വീടിന് ഇങ്ങനെ ഒരു കോഡ് കൊടുത്തു, കൊറിയർ ഹൗസ്. അവിടെ ആരാണ് താമസിക്കുന്നത് ഉറപ്പില്ല, പക്ഷേ അവിടെ ഉള്ളതൊരു ഹൈ വാല്യൂ ഇൻഡിവിജ്വൽ ആണ്. എന്നാൽ അയാൾ ആരാണെന്നറിയാൻ വേണ്ടി ആ ഏരിയയിലുള്ളവരെ മുഴുവൻ കൊണ്ടുപോയി ഇടിച്ചു കൂമ്പ് കലക്കാൻ ഒന്നും CIA തുനിഞ്ഞില്ല. ആ രീതി അവർ അമിത്ഷായ്ക്കും സ്റ്റാലിനും പിണറായിക്കുമായി എന്നേക്കുമായി വിട്ടുകൊടുത്തിരുന്നു. അവർ ചെയ്തത് ഒബാമ പ്രൊമോട്ട് ചെയ്യുന്ന പുതിയ രീതിയാണ്. പക്ഷേ ആ രീതിക്ക് കുറേ സമയം വേണം. അത് ഇവിടുത്തെ സ്റ്റൈലല്ല. 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നിൻ്റെ തൊപ്പി തെറിച്ചിരിക്കുമെന്ന മേലുദ്യോഗസ്ഥരും മന്ത്രിയും പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഒബാമയാണ് നയിക്കുന്നത്. നല്ല ക്ഷമ വേണം. നിങ്ങൾക്കറിയാമോ, 1 വർഷത്തോളമാണ് CIA ആ വീടും നിരീക്ഷിച്ച് കുത്തിയിരുന്നത്. 1 വർഷത്തെ ക്ഷമ. അവസാനം ഉള്ളിൽ ബിൻ ലാദൻ തന്നെയെന്ന് 100% അവർക്ക് ഉറപ്പ് കിട്ടി. അങ്ങനെ 2011 മെയ് 2 SEAL ടീം 6 CIA നേതൃത്വത്തിൽ അതിക്രമിച്ച് കയറി ബിൻ ലാദനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. പിന്നീട് DNA വഴി പരിശോധന നടത്തി ചത്തത് കീചകൻ തന്നെ എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തു. ഈ അടുത്ത് തമിഴ്നാട്ടിൽ കസ്റ്റഡിയിലിട്ട് തല്ലിക്കൊന്ന നിരപരാധിയായിരുന്ന അജിത് കുമാറിൻ്റെ കേസ് നോക്കുക. സ്റ്റേഷനിൽ വെച്ച് തല്ലി ചതച്ചപ്പോൾ കുറ്റം സമ്മതിക്കുകയാണ് നല്ലതെന്ന് പാവത്തിന് തോന്നി. ആ പാവം കുറ്റം സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ ചെയ്യാത്ത കുറ്റം എങ്ങനെ ചെയ്തു എന്ന് പോലീസിന് വിവരിച്ചു കൊടുക്കണം. നിങ്ങൾ പറയുന്ന സ്ഥലത്തെല്ലാം പോലീസ് നിങ്ങളെ കൊണ്ടുപോയി തെളിവെടുക്കും. അതിനർത്ഥം പോലീസിനോട് നുണ പറയുന്ന ഒരു വ്യക്തി നല്ല ഒരു കഥാകൃത്തായിരിക്കണം. കഥ പറയാൻ മനുഷ്യർക്കുള്ള കഴിവ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ പെട്ടു. അജിത് കുമാറിൻ്റെ കേസ് മോഷണ കേസാണ്. തിരുപ്പുവനത്തുള്ള ഭദ്രകാളിയമ്മൻ ക്ഷേത്രത്തിൽ ഒരു ദർശനത്തിനെത്തിയ ഒരു സ്ത്രീയുടെ കാറിൽ നിന്ന് 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടിരുന്നു. അതായിരുന്നു അജിത് കുമാറിനെതിരെ ഉണ്ടായിരുന്ന പരാതി. ആ കുറ്റം അവൻ സമ്മതിച്ച നിലയ്ക്ക് ആ കുറ്റം അവൻ എങ്ങനെ ചെയ്തു എന്ന് വിശദീകരിക്കണം. അതിനുവേണ്ടി അവനെ പോലീസ് അവരുടെ വാനിൽ കൊണ്ടുപോയി. തിരുപ്പുവനം എന്ന സ്ഥലത്ത് ഒരു വെറ്റിനറി ആശുപത്രി ഉണ്ട്. അവിടെ എത്തിയപ്പോൾ അവൻ ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചു. പോലീസ് അവനെയും കൊണ്ട് അവിടെ ചെന്ന് തപ്പി. പക്ഷേ അവിടെ മോഷണം മുതലില്ല. അവിടെ വെച്ച് പൊരിഞ്ഞിടി. പിന്നെ വണ്ടിയിലിട്ട് വീണ്ടും ഇടി. ആ പയ്യൻ്റെ 25% ജീവൻ പോയി. അപ്പോൾ അവൻ വേറൊരു സ്ഥലം പറഞ്ഞു കൊടുത്തു ഇടി കൊള്ളാതിരിക്കാൻ. മടപ്പുര ഹോസ്റ്റലിൻ്റെ പിന്നിൽ, അവിടെയും ഒന്നുമില്ല. പോലീസ് പൂർവാധിക ശക്തിയോട് ഇടി തുടർന്നു. അവൻ്റെ 25% ജീവൻ കൂടി പോയി. അപ്പോൾ അവൻ പുതിയൊരു സ്ഥലം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ലോക്കൽ ബസ് ഡിപ്പോയ്ക്ക് പിന്നിലുള്ള തടാകക്കരയിലുള്ള ഒഴിഞ്ഞ സ്ഥലം. അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. വീണ്ടും ഇടി. അതോടെ 75% ജീവനും പോയി. പിന്നീട് അവൻ പറഞ്ഞ സ്ഥലം ക്ഷേത്രത്തിൻ്റെ പിന്നിലെ ഷെഡാണ്. അവിടെ കൂടി ഒന്നും കാണാതായപ്പോൾ പോലീസുകാർ അവൻ്റെ അവശേഷിച്ച് 25% ജീവൻ കൂടി എടുത്തു. തമിഴ്നാട് പോലെ പോലീസ് മുറകൾക്ക് കുപ്രസിദ്ധിയുള്ള നാടാണ് നമ്മുടെ കേരളം. ഇൻസ്പെക്ടർ ബലറാം, ഇൻസ്പെക്ടർ ബിജു എന്നിവ പോലുള്ള സിനിമകളിലൂടെ ഇടിയല്ലാതെ മറ്റു ബദലില്ല എന്ന ഒരു ചിന്താഗതി ഈ ഭരണവർഗം മലയാളികൾക്കുള്ളിൽ അടിച്ച് കയറ്റിയുള്ള സ്ഥലങ്ങളാണിതൊക്കെ. ഇൻസ്പെക്ടർ ബലറാം എന്ന സിനിമ ഉണ്ടായിരുന്നു. ആ പടം ഇറങ്ങുമ്പോൾ IV ശശിക്കും കൂട്ടർക്കും ഈ ഒബാമ കാണിച്ചു കൊടുത്ത പോലുള്ള ബദലുകൾ ഇല്ലായിരുന്നു. അവർക്കറിയില്ലായിരുന്നു. അവർ പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന ഗോത്ര നിയമത്തിൽ വിശ്വസിച്ച് സിനിമയെടുത്തു. എന്നാൽ സബ് ഇൻസ്പെക്ടർ ബിജു എന്ന സിനിമ ഇറങ്ങിയ കാലമായപ്പോഴേക്കും ആധുനിക ലോകം അത്തരം പോലീസ് മുറകളെ ഉപേക്ഷിച്ചിരുന്നു. കാരണം ഒബാമയുടെ രീതികളിലേക്ക് മറ്റ് വികസിത രാജ്യങ്ങൾ മാറി. നമ്മുടെ പൊട്ടക്കിണറ്റിൽ ജീവിച്ച് ബുദ്ധിക്ക് അഴുക്ക് പിടിച്ചത് മൂലം നമ്മുടെ ചിത്രത്തിൻ്റെ അണിയറ ശില്പികൾക്ക് പുറത്തെന്താണ് നടക്കുന്നതെന്നും അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ആ സിനിമ അങ്ങനെയായിപ്പോയത്. CIA കുപ്രസിദ്ധ ചോദ്യം ചെയ്യൽ രീതികളായ കൂമ്പിരടി, വാട്ടർ ബോർഡിംഗ്, സ്ട്രെസ് പൊസിഷൻസ്, ഉറക്കമില്ലായ്മ എന്നിവയെല്ലാം US സെനറ്റ് ഇൻ്റലിജൻസ് കമ്മിറ്റി 2014 തന്നെ തള്ളിക്കളഞ്ഞ വിവരമൊന്നും നമ്മുടെ ഇൻസ്പെക്ടർ ബിജു എടുത്ത ആളുകൾ അറിഞ്ഞിരുന്നില്ല. CIA അതുവരേക്കുമുള്ള കേസുകളുടെ മുഴുവൻ സ്റ്റഡികൾ നടത്തി ഓരോന്നും കൃത്യമായി പഠിച്ച് 10,000-കണക്കിന് പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചാണ് അവരെല്ലാം പ്രസ്താവിച്ചത്, ആ സംഘടന പ്രഖ്യാപിച്ചത് പഴയ പോലീസ് രീതികൾ ഫലപ്രദമായ വിവരങ്ങൾ ലഭിക്കാൻ സഹായിക്കുന്നില്ല എന്ന്.
നമ്മുടെ സിനിമയും സാഹിത്യവും രാഷ്ട്രീയവും കോടതിയും തന്നെയാണ് നമ്മുടെ പോലീസ്. എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. കൂടി ക്ലിയറായി പറഞ്ഞാൽ ഈ ടീമുകളെല്ലാം കൂടിയാണ് പോലീസിനെ ഇങ്ങനെ തറയാക്കി നിലനിർത്തുന്നത്. ഇവരെല്ലാം കൂടി നൽകുന്ന ബലത്തിൽ അവർ ആളുകളെ തെറി പറയുന്നു, സ്റ്റേഷനിലിട്ട് ചതയ്ക്കുന്നു, ഉരുട്ടുന്നു, കൊല്ലുന്നു. ഈ ക്രൂരത ചെയ്യുന്ന എല്ലാവരും ദൈവവിശ്വാസികളാണ് എന്ന് കൂടി നമ്മൾ ഓർക്കണം. ഹനുമാനായിരിക്കാം ഇവരുടെ ഇഷ്ടദൈവം. എന്തുകൊണ്ടാണെന്നോ, രാമരാവണ യുദ്ധത്തിനിടെ ഹനുമാനോട് ഒരു മരുന്ന് കൊണ്ടുവരണം, ആ കാണുന്ന മലയിൽ അതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ പോയി ആ മല മൊത്തം എടുത്തുകൊണ്ട് പോകുന്നു. ഇതാണ് ഈ ഹനുമാൻ്റെ ടെക്നിക്ക്. ഈ ടെക്നിക്കാണ് ഇന്ത്യൻ പോലീസിന്. അവർ ഒരു വലിയ ക്രൈം നടന്നിടത്ത് പോയി അവിടേക്ക് മുമ്പ് വന്നവരും പോയവരുമായ മൊത്തം മനുഷ്യരെ പിടിച്ച് കസ്റ്റഡിയിൽ കൊണ്ടുവരുന്നു. 100 പേരെ ഇടിച്ചാൽ അതിൽ 2-3 പേര് യഥാർത്ഥത്തിൽ പ്രതികളായിരിക്കുമല്ലോ. ഹനുമാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് മലയിൽ വളരുന്ന മൃതസഞ്ജീവനി എന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കാൻ ടൈമില്ല. അദ്ദേഹം മലയും കൊണ്ടുപോകുന്നു. ഒരുപാട് ചെടികൾ മലയിലുണ്ടായിരുന്നു, അതിൽ ഒന്നായിരുന്നു മൃതസഞ്ജീവനി. ശ്രീ ഹനുമാൻ്റെ കാലത്തു നിന്നും ഇവരൊക്കെ എന്നാണ് 2025 എത്തുക എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ലിബറൽ റെസ്പോൺസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.